गंगे हर नर्मदे हर जटाशंकरे हर गुरुदेव दत्तात्रेय महाराज की जगद्गुरु शंकराचार्य महाराज സന്യാസിമാരാണ് ഹിമാലയത്തിൽ നിന്നും വരുന്നത് എന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് 4 ദിവസം മുമ്പാണ് ഈ കാര്യക്രമം വേണ്ടി വന്നു. ഒരു ട്രെയിൻ 5 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് വന്ന സ്വാമിമാർ തിരിച്ച് ആശ്രമങ്ങളിലേക്ക് പോയി. ഭൂരിഭാഗം സന്യാസിമാരും അവരുടെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ കുംഭമേള നഗരിയിൽ കുംഭമേള ഭൂമിയിലെത്തി അവിടെ സ്നാനം ചെയ്ത് അവിടെ താമസിച്ച് അവരുടെ ആചരണം അവിടെ നടത്തണം എന്ന സങ്കല്പത്തോടു കൂടെ നേരിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിയുള്ള മഹാത്മാക്കൾ എല്ലാവരും തിരുനാവായയിൽ എത്തിയിട്ടുണ്ട്. നാളെ എങ്ങാണ്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ അവരെ എല്ലാവരെയും അവിടെ ദർശിക്കാം. मम मङ्गलदेवताय मुग्धा मुहुर्विदधति वदने मुरारे प्रेमत्रपा प्रणिहितानि भवानि मालाभृशोर्मधुकरेव महोत्पलेया सा मे श्रियं दिशतु सागर സംഭവായ. ഒന്നുകൂടി എല്ലാവരും വേണം. ഭോലോ ഹര ഹര മഹാദേവ. അത് വീണ്ടും ഉയർന്നെഴുന്നേറ്റിരിക്കുന്നു. അതിനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അവിടെ നടക്കുന്ന ആഘോഷങ്ങളും സാംസ്കാരിക പരിപാടികളും ഈ ഇരിക്കുന്ന ഭക്തന്മാരൊക്കെ ദർശിച്ചിട്ടുള്ളതാണ്. ജഗദ്ഗുരു ആദിശങ്കര ഭഗവത്പാദർക്കും നമ്മുടെയൊക്കെ ഗുരുപരമ്പരയ്ക്കും പ്രണാമം. വേദിയിലെ പൂജനീയ സ്വാമിജിമാർ നമസ്കാരം. നമുക്കൊക്കെ ഇന്ന് വളരെ വലിയ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ശങ്കര ഭഗവത്പാദരുടെ ജന്മം കൊണ്ട് പുണ്യമായ ഈ കേരളക്കരയെ ഒന്നാകെ അനുഗ്രഹിക്കാൻ വേണ്ടി സമാധി സ്ഥലത്ത് നിന്ന് വന്നെത്തിയ പൂജനീയ സ്വാമിജിമാർ നമ്മുടെ മുന്നിലുണ്ട്. സന്യാസിമാരുടെ ഒരു പ്രസ്ഥാനം പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തോട് ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എത്ര ദേശത്തൊക്കെയാണ്. വളരെ വളരെ ധന്യരാണ് നിങ്ങളെല്ലാം. ഇതിൽ പങ്കെടുത്തതായിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ആ ഗുരു പരമ്പരയുടെ മുഴുവൻ ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തിരുപ്പരായ്ക്കൽ അമ്മയുടെയും രാമപുരത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഈ ഭൂമിയിലേക്ക് ഹിമാലയത്തിൻ്റെ തപസ്സിൻ്റെ ആ ഒരു മാഹാത്മ്യവും വഹിച്ചുകൊണ്ടാണ് ഈ സജ്ജനങ്ങൾ, ഈ സന്ത് മഹാത്മാക്കൾ ഹിമാലയത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിക്കൊണ്ട് അവരെ സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഈ ഒരു പരിപാടിയിലുള്ള കർത്തവ്യം. ഈ കുംഭമേളയിൽ കഴിഞ്ഞ പ്രയാഗ കുംഭമേളയിൽ വെച്ച് മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായ ശേഷം അദ്ദേഹം നമ്മുടെ കേരളത്തിലേക്ക് പ്രത്യേകമായിട്ട് ദൗത്യത്തോടുകൂടി വന്നു. അദ്ദേഹമാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തിരുനാവായിലെ ഈ കുംഭമേളയെ ഇതുപോലൊരു ഉണർവിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്.
ഈ ഒരു മഹാമകം, ഈ കേരളത്തിലെ കുംഭമേള അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഇച്ഛാശക്തിയോട് കൂടിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനം, അതിലാണ് നമ്മളെല്ലാവരും പിന്തുണച്ചുകൊണ്ട് ഹിന്ദു സമൂഹം മുഴുവൻ അത് ഏറ്റെടുത്തത്. അപ്പൊ അതിന് നമ്മൾ കേരള സർക്കാരിനോട് നന്ദി പറയണം, വേണ്ടേ? നമ്മളെയൊക്കെ ഒരുമിപ്പിച്ചതിന് വേണ്ടിയിട്ട്. വളരെ അത് വലിയ വിഷയമായി, ഒരു വിവാദമായി, എല്ലായിടത്തും ചർച്ചയായി, മാധ്യമങ്ങളിലൊക്കെ അത് നിറഞ്ഞു. അത് കഴിഞ്ഞാണ് നമ്മൾ രംഗനാമ സങ്കീർത്തനം ഗംഗാ മയ്യാ കീ, യമുനാ മയ്യാ കീ, നർമദാ മയ്യാ കീ, നീളാ മയ്യാ കീ, सब संतों की ചെയ്തുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീമദ് ഹനുമത് പദാനന്ദ സരസ്വതി സ്വാമി അവരുടെ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അധർമ്മമുണ്ടാകുന്നുവോ അവിടങ്ങളിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് ഞാൻ അവതരിക്കുമെന്ന് പറഞ്ഞ കൃഷ്ണൻ, ആ കൃഷ്ണൻ അറിയാം എവിടെയാണ് ഇപ്പോൾ അധർമ്മമുള്ളത് എന്ന്. ഏത് നാട്ടിലാണ് ഇപ്പോൾ അധർമ്മമുള്ളത് എന്ന് ഭഗവാൻ കൃഷ്ണൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മഹാത്മാക്കൾ ഇവിടെ എത്തിയപ്പോൾ കൃഷ്ണന്റെ മടിത്തട്ടിൽ തന്നെ ഒത്തുചേരാൻ വേണ്ടി നിയതി